அப்பப்பா யாரது அழுவது? சொல்லலாம், ஒரு கதை சொல்லலாம். மலையாளி மக்கள் மலையாளத்தில் தன்னை ஒரு கதை சொல்லிடா. உதய சൂര്യനെ കണ്ടു കൊതിച്ചു സുന്ദരിയാം ഒരു മങ്ക. കിട്ടിയ വരത്തു നോക്കാൻ പെണ്ണിൻ മനസ്സു കൊതിച്ചു. ക്ഷണനേരത്തിൽ പിറന്നൊരു പുത്രൻ അവശയായി വിവശയായി മാതാവപ്പോ. ആലിമരെന്തു ചൊല്ലും, നാട്ടുകാരെന്തു പറയും, കുത്തുവാക്കുകൾ കേട്ട് ഭയന്നു അമ്മ. ഒരു പേടകത്തിലാക്കി ആ കുഞ്ഞിനെ ഗംഗതൻ തിരിമാറിൽ ഒഴുക്കിയമ്മ. നിറവിളിയോടെ നോക്കി നിന്നു, കണ്ണീരാ കാഴ്ച മറയ്ക്കും വരെ. അയ്യയ്യേ, കരയാതുങ്ക, ഇതെല്ലാം കഥയിതാനേ. ഗാന്ധാരദേശത്തെ രാജകുമാരി അന്തനം പതിയെ വരിച്ചു. സ്വയമേ കണ്ണുകൾ മൂടി പതിതൻ സേവയിൽ മഹതി. നൂറ്റൊന്നു മക്കൾക്കു ജന്മമേകി അവർ അമ്മമാരിൽ വിശേഷയായി. കളിയായി കള്ളക്കരുട്ടണി രാജസിംഹാസനവും കിരീടവും പ്രിയമത്തിൻ കളിയാലേ പണയം പാടായി. ജ്വലിച്ചു നാരിതൻ നേത്രങ്ങൾ പരപോലെ അഞ്ചു പതികളിലെ നിങ്ങളാ രക്ഷ എനിക്കില്ലയോ. പകയുടെ കൊടും പകയുടെ കാഹളം മുഴങ്ങി. കടുകുകൾ പാറും യുദ്ധഭൂമിയിൽ ചുടുനിലം കെട്ടിക്കിടക്കുന്ന ഭൂമി. ഓരോ പുത്രന്മാർ മരിച്ചു മണ്ണടിഞ്ഞോരം ഭൂമിയിൽ വിലപിക്കും പാവമാമ്മ ദുര്യോധന. ദുശാസന എത്തിയ മക്കളെ എന്നു കരയുന്ന പാവം കാന്താരി. ഒന്നിനെ പോലും ബാക്കിയാകാതെ മരണമേ നീ ഇത്ര ക്രൂരമാണോ. അമ്പയെന്ന പദമെനിക്ക് അർത്ഥശൂന്യമാക്കിയല്ലോ. ഒന്നാകിലും മക്കളായിരമാകിലും അമ്മയ്ക്ക് മക്കൾ സമമല്ലോ. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല, പുത്ര ദുഃഖം താങ്ങുവാനാകില്ല. കുഞ്ഞിനെ ചന്തയിൽ വിലപേശും കൂട്ടരെ നിങ്ങളോടെന്നു കഥ ചൊല്ലുവാൻ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അറിയാത്ത നിങ്ങൾക്ക് മുന്നിൽ ഇനിയെന്തു കഥ ചൊല്ലുവാൻ, ഞാൻ ഇനിയെന്തു കഥ ചൊല്ലുവാൻ. ദിത്തനം തനതന ദിത്തതക്കിട ദിന്നാനോ ദിത്തന 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 തനതന ദിത്തതക്കിട ദിന്നാനോ.